Hi all, welcome to I Plus Training Solutions. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മുടെ 1059/2025 ജൂനിയർ ക്ലർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇന്ന് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. Dash shall have power to make complaints before a court of law in respect of offences mentioned in subsection 227A of section 94 എന്ന് പറയാം. അല്ലെ, ആർക്കാണ് അധികാരം? Dash shall have the power to make complaints before a court of law. കോടതിയുടെ മുൻപാകെ കംപ്ലൈൻസ് പറയാനുള്ള അധികാരം ആർക്കുണ്ട്? എല്ലാ കേസിലുമല്ല. സെക്ഷൻ 2 മുതൽ സെക്ഷൻ 7A വരെയുള്ള സെക്ഷൻ 94 അല്ലെ, സെക്ഷൻ 94 സബ്സെക്ഷൻ 2 മുതൽ 7A വരെയുള്ള കാര്യങ്ങൾ ഒഫൻസുകൾ പറഞ്ഞിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ, ഒഫൻസ് അല്ലെ, ഒഫൻസസ് ആൻഡ് പെനാൽറ്റി, കുറ്റവും അതുപോലെ ശിക്ഷയും എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ, ഒഫൻസുകൾ. അപ്പൊ അതിനെതിരെ എന്താണ് കോടതിയുടെ മുൻപാകെ കേസ് ഫയൽ ചെയ്യാൻ, കംപ്ലൈൻസ് കൊടുക്കാനുള്ള പവർ താഴെ പറയുന്നില്ല ആർക്കാണുള്ളത്. ഓപ്ഷൻ എയിൽ പറയുന്നു രജിസ്ട്രാർ, ഓപ്ഷൻ ബി പറയുന്നു ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ സിയിൽ പറയുന്നു ഗവൺമെന്റ്, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്ന ആർക്കാണ് വിജിലൻസ് ഓഫീസർ. ആർക്കാണ് അവിടെ അധികാരമുള്ളത്? വിജിലൻസ് ഓഫീസറിനാണ് അല്ലേ. ആർക്കാണ് അധികാരമുള്ളത്? വിജിലൻസ് ഓഫീസർ. നമുക്ക് അത് എടുത്തു പറയുന്നുണ്ട്. സെക്ഷൻ 68A പ്രകാരമുള്ള വിജിലൻസ് ഓഫീസറിന് അധികാരമുണ്ട്. സെക്ഷൻ 2 മുതൽ, അതായത് സെക്ഷൻ 94 സബ്സെക്ഷൻ 2 മുതൽ സബ്സെക്ഷൻ 7A വരെയുള്ള കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് എന്താണ് കംപ്ലൈന്റ്, കോടതിയുടെ മുൻപാകെ കംപ്ലൈൻസ് എന്ത് ചെയ്യാം, കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? വിജിലൻസ് ഓഫീസർക്കുണ്ട് എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് പറയാതിരിക്കാൻ പറ്റില്ല. ബോർഡ് നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ അല്ലേ. ഓക്കെ, ഇപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ സൊസൈറ്റി അല്ലെ. നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. എ സൊസൈറ്റി file an appeal against an order of registrar as per section 83. The fee for filing appeal shall be rupees. നല്ല ക്വസ്റ്റ്യൻ അല്ലേ. സെക്ഷൻ 83 അപ്പീൽ ടു അതർ അതോറിറ്റീസ് ആണ്. അപ്പൊ ആ ഒരു ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട. 81 ട്രിബ്യൂണൽ, 82 അപ്പീൽ ടു ട്രിബ്യൂണൽ, 83 ആരെ കുറിച്ച് പറയുന്നു? അപ്പീൽ ടു അതർ അതോറിറ്റീസ് എന്ന് പറയുന്നു. പിന്നെ റിവിഷൻ, റിവ്യൂ, ഇന്റർലോക്കട്ടറി ഓർഡർ, പവർ ഓഫ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെന്റ് ഫോർ റിവിഷൻ, അങ്ങനെ കുറെ അധികം വളരെ നല്ല ഒരു ചാപ്റ്റർ നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ട ഭാഗവുമാണ് അല്ലെ ആ ഒരു ഏരിയ. സെക്ഷൻ 81 മുതൽ 87 വരെ. അപ്പം നമുക്ക് പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററുമാണത്. ഇവിടെ പറയുന്നത് സെക്ഷൻ 83 അപ്പീൽ ടു അതർ അതോറിറ്റി, അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഗവൺമെന്റിന്റെ മുൻപാകെ, രജിസ്ട്രാറിന് മുൻപാകെ അപ്പീലുമായിട്ട് പോകും. സെക്ഷൻ 82 പ്രകാരം ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലുമായി പോകും. അത് എല്ലാ കാര്യത്തിനും പോകില്ല. എസ്പെഷ്യലി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ അല്ലെങ്കിൽ രജിസ്ട്രാറുടെ സെക്ഷൻ 70 പ്രകാരമുള്ള ആ ഒരു ഓർഡറിന്, ഒരു വിധിക്കെതിരെയൊക്കെ ആയിരിക്കും നമ്മൾ എവിടെ പോകുന്നത്? ആ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീൽ പോകുക. അല്ലാത്ത കാര്യങ്ങളിൽ ഇപ്പൊ ബൈലോ അമെന്റ് ചെയ്തില്ല, രജിസ്ട്രേഷന്റെ കാര്യമൊക്കെ ആയി ബന്ധപ്പെട്ടത് നമ്മൾ സെക്ഷൻ 83 പ്രകാരമാണ് അപ്പീലിന് പോകുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലെ. സെക്ഷൻ 83 പ്രകാരമാണ് അപ്പീലും കൊണ്ട് പോവുക. ഒരു ഫംഗ്ഷണൽ രജിസ്ട്രാറിന്റെ തീരുമാനത്തിനെതിരെയാണ് രജിസ്ട്രാറിന്റെ അടുത്ത്. ഇനി രജിസ്ട്രാറിന്റെ തീരുമാനമാണെങ്കിൽ അതിനെതിരെ ആർക്കെതിരെയാണ്? ഗവൺമെന്റിന്റെ അടുത്തും പോകുന്നുണ്ട്. 60 ദിവസം. ഇപ്പം 82 പ്രകാരം നമ്മൾ അപ്പീൽ പോവുക, ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലിന് പോകുന്നതും 60 ദിവസത്തിനകമായിട്ടാണ്. അതുപോലെ തന്നെ എന്താണ് 83 പ്രകാരം അപ്പീൽ ടു അതർ അതോറിറ്റി, അവിടെയും അപ്പീലിന് പോകുന്നത് 60 ദിവസം. ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഞാൻ ഒരുപാട് തവണ നമ്മുടെ ക്ലാസ്സസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നോക്കണം. അങ്ങനെ നമ്മൾ പറയുന്നത് സൊസൈറ്റി ഫൈൽ ആൻഡ് അപ്പീൽ അഗൈൻസ്റ്റ് ആൻ ഓർഡർ ഓഫ് രജിസ്ട്രാർ ഓർഡറിന്മേൽ സെക്ഷൻ 83 പ്രകാരം നമ്മളൊരു അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ അതിന് എത്ര രൂപയാണ് ഫീ ആയിട്ട് നൽകുക? ഓപ്ഷൻ എയിൽ പറയുന്നു 10,000, ഓപ്ഷൻ ബിയിൽ പറയുന്നു 5,000, ഓപ്ഷൻ സിയിൽ പറയുന്നു 3,000, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു 1,000. എത്രയാണ് വരിക? 5,000 ആണ് കേട്ടോ. എത്രയാണ്? 5,000 ആണെന്ന് ഓർത്ത് വെച്ചത്. റൂളുകളിലാണ് വരുന്നത്. നമുക്കറിയാം റൂൾ അമെന്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതിന് അനുസൃതമായിട്ട് വേണം അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാൻ. ഓക്കെ, ഇനി വരുന്ന പരീക്ഷയ്ക്ക് റൂൾ അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വേണം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നമുക്കല്ലേ. ഒരു എന്താണ് ഇച്ചിരി പഠിക്കാൻ വരുന്നുണ്ട്. അടുത്ത പരീക്ഷ മുതൽ കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാനോടെ. അടുത്ത ക്വസ്റ്റ്യൻ പറയാണ്, നല്ല ക്വസ്റ്റ്യൻ. ഞാൻ ഒരുപാട് തവണ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ, നമ്മൾ ഫ്രീ ക്ലാസ്സസിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. ഇഫ് എ സൊസൈറ്റി ഫെയിൽസ് ടു അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, അതായത് ഒരു സംഘം സംസ്ഥാന സഹകരണ യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യാൻ പരാജയപ്പെടുകയാണെങ്കിൽ such a society shall not be entitled to, ആ സംഘത്തിന് താഴെ പറയുന്നതിൽ എന്തിനുള്ള എന്താണ് അവകാശമില്ല അല്ലെ. പ്രൊട്ടക്ഷൻ ഓഫേർഡ് ആസ് പെർ സെക്ഷൻ 106, avail the state aid as per the act. ഓപ്ഷൻ സിയിൽ പറഞ്ഞ എനി പ്രിവിലേജ് കൺഫേൺ ഓൺ എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ ഓൾ ഓഫ് ദിസ്. അതായത് നമ്മൾ പറയുന്നുണ്ട് സെക്ഷൻ
ഏത് പ്രകാരമാണെന്ന് ഓർത്ത് നോക്കി. സെക്ഷൻ എല്ലാവരും ഒന്ന് മനസ്സിലോർത്തെ, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് അല്ലേ. ഏതാണ്? നമുക്ക് ആദ്യം സെക്ഷൻ 90 പ്രകാരമാണ് സംസ്ഥാനത്തെ എല്ലാ സംഘങ്ങളും എന്ത് ചെയ്യണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം. അങ്ങനെ അഫിലിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്താണ് അതുമായി ബന്ധപ്പെട്ട ആ ഒരു എന്താണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക? അഫിലിയേറ്റ് ചെയ്യണം, നിയമമാണ്. അങ്ങനെ അഫിലിയേറ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്താണെന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ആ സെക്ഷൻ 90 തന്നെ അങ്ങ് നോക്കിയേക്കാം. അപ്പൊ ഡൗട്ടിനും വേണ്ട. സെക്ഷൻ 90 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സെക്ഷൻ 90 പ്രകാരമാണ്. സെക്ഷൻ 89 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്നത്. 90 പറയുന്നത് എന്താണ്? അഫിലിയേറ്റ് ചെയ്യണം. പിന്നെ ഫംഗ്ഷൻസ്, കുറെ കാര്യങ്ങൾ ആ ഒരു സെക്ഷൻസ് കുറെ 93 വരെ കുറെ പഠിക്കാനുണ്ട് യൂണിയനെ കുറിച്ചാണ് അല്ലെ. 88 CCU, 89 SSCU, പിന്നെ അഫിലിയേഷൻ നമുക്ക് നോക്കാം. പിന്നെ എന്താണ് അവരുടെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് സെക്ഷൻ 90 നോക്കാം. പറയുകയാണ്, എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ സ്റ്റേറ്റ് shall within a period of 6 months from the commencement of this act or within a period of 6 months from the date of registration, സംഘം രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകമായിട്ട് എന്ത് ചെയ്യണം? get itself affiliated to the state cooperative union. സംഘം രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകമായിട്ട് എന്ത് ചെയ്യണം? സംസ്ഥാന സഹകരണ യൂണിയനിലേക്ക് എന്ത് ചെയ്യണം? ഇവിടെ അഫിലിയേറ്റ് ചെയ്യണം. നല്ല കാര്യമല്ലേ? ഓർത്തെ, നീ മറക്കരുത്. സെക്ഷൻ 90 എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ സ്റ്റേറ്റ് ഷാൽ അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ വിതിൻ എ പീരീഡ് ഓഫ് 6 months ഓഫ് രജിസ്ട്രേഷൻ. അങ്ങ് പഠിച്ചേക്കുക. ഓക്കെ, ഇനിയും പറയാണ്, അങ്ങനെ നമ്മൾ അഫിലിയേറ്റ് ചെയ്താൽ, ഒരു തവണ അഫിലിയേറ്റ് ചെയ്തു, ഇപ്പൊ സംഘം രൂപീകരിച്ച് 6 മാസത്തിനകത്ത് അഫിലിയേറ്റ് ചെയ്താൽ അതെന്താണ്? അത് നമുക്ക് ആജീവനാന്ത കാലമല്ല, ഒറ്റ വർഷത്തേക്കേ ഉള്ളൂ. ഒരു തവണ നമ്മൾ അഫിലിയേറ്റ് ചെയ്തു, അത് ഓരോ വർഷം കൂടുന്തോറും നമ്മൾ റിന്യൂ ചെയ്യണം, പുതുക്കണം. അങ്ങനെ പുതുക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അഫിലിയേഷൻ ഇല്ലാണ്ടായി. ക്ലിയർ ആയോടെ? അപ്പൊ എന്താണ്? അഫിലിയേഷൻ ഒരു വർഷത്തേക്കായിരിക്കും കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ ആദ്യം സംഘം രൂപീകരിച്ച സമയത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കാൻ പാടില്ല. ഓരോ വർഷത്തേക്കുമായിരിക്കും അതിന്റെ വാലിഡിറ്റി പീരീഡ്. ഒറ്റ വർഷമേ ഉള്ളൂ. അതിന്റെ കാലാവധി ആകുമ്പോൾ നമ്മൾ വീണ്ടും പുതുക്കണം. അതാണ് പറയുക, ദ അഫിലിയേഷൻ അണ്ടർ സബ്സെഷൻ 1 shall be in force for a period of 1 year from the date of affiliation. അഫിലിയേഷൻ അന്ന് മുതൽ ഒരു വർഷം വരെ ആയിരിക്കും അതിന് വാലിഡിറ്റി. ആൻഡ് ഷാൾ ബി റിന്യൂഡ് ഓൺ ദ എക്സ്പയറി ഓഫ് ദാറ്റ് പീരീഡ്. ആ കാലാവധി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണേ? വീണ്ടും അത് പുതുക്കണം കേട്ടോ. വീണ്ടും അത് പുതുക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ അഫിലിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു അഫിലിയേഷൻ ഫീ ഉണ്ട് കേട്ടോ. അത് റൂളിലാണ് പറയുക, റൂളിലാണ് എത്രയാണെന്ന് പറയുക. നമുക്ക് ജസ്റ്റ് ഇത് നോക്കിപ്പോ സെക്ഷനെ കാര്യങ്ങൾ നോക്കിപ്പോ പറയുന്നുണ്ട്, ദ ഫീസ് പേയബിൾ ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ആൻ അഫിലിയേഷൻ ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഓർ ഫോർ ദ റിന്യൂവൽ ഓഫ് സച്ച് അഫിലിയേഷൻ ഷാൾ ബി സച്ച് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് റൂളിലാണെങ്കിലും പറയുകയാണെന്നാണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അഫിലിയേഷൻ ഫീ നൽകുക കേട്ടോ. റൂളിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഞാനിപ്പോൾ റൂളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഓർത്താൽ മതി, ഒരു അഫിലിയേഷൻ ഫീ ഉണ്ട്. അഫിലിയേഷൻ ഫീ എന്തിനാണ്? ആ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ അഫിലിയേഷൻ ഫീ നമ്മൾ പേ ചെയ്യുക. അതും ക്ലിയർ ആയി. ഇനി ഈ 4ലാണ് പറയുക, 90 സബ്സെക്ഷൻ 4ലാണ് പറയുക, ഇഫ് എനി കോപ്പറേറ്റീവ് സൊസൈറ്റി ഫെയിൽസ് ടു അഫിലിയേറ്റ് ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ as required by subsection 1 or to renew such affiliation. അതായത് നമ്മൾ അഫിലിയേറ്റ് ചെയ്യാൻ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്തു എന്താണ് ഒരു വർഷം പുതുക്കാൻ പരാജയപ്പെടുകയോ. ഇപ്പൊ നമ്മൾ അഫിലിയേറ്റ് ചെയ്യണമെന്ന് ഓൾറെഡി പറഞ്ഞു. അഫിലിയേറ്റ് ചെയ്യാൻ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്തിട്ട് പുതുക്കാൻ പരാജയപ്പെടുകയാണെങ്കിൽ എന്താണ് പറയുക? സച്ച് സൊസൈറ്റി ഷാൾ നോട്ട് ബി എൻഡേറ്റഡ് ടു എനി ഓഫ് ദ പ്രിവിലേജ് കൺഫേർഡ് ഓൺ എ കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ ചാപ്റ്റർ 5 ഓഫ് ദിസ് ആക്ട്. നമുക്കറിയാം, നമുക്ക് 16 ചാപ്റ്ററുകളുണ്ട് സെക്ഷൻ അല്ലെ. ആക്ടിൽ പഠിക്കാനുണ്ട് സെക്ഷൻസിൽ, അല്ലെങ്കിൽ ആക്ടിൽ പഠിക്കാനുണ്ട് 16 ചാപ്റ്റർ. അതിലെ ചാപ്റ്റർ 5 പ്രകാരമുള്ള ആ ഒരു പ്രിവിലേജ് കിട്ടില്ല. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ചാർജ് ഓൺ സൊസൈറ്റി, ഗഹാനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സാലറി ഡിഡക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില കമ്പൽസറി ആയിട്ട് എക്സംഷനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞില്ല, സെറ്റ് ഓഫിനെ കുറിച്ചൊക്കെ പറയുന്നില്ലേ. അപ്പൊ ആ ഒരു പ്രിവിലേജ് നഷ്ടപ്പെടും. ഓക്കെ, നമ്മൾ അഫിലിയേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിവിലേജ് നമുക്ക് ലഭ്യമാകില്ല എന്ന് ഓർത്ത് വെക്കണം കേട്ടോടെ. ഇപ്പൊ നോക്കിയേ, ഷാൽ നോട്ട് ബി എൻഡേൽഡ് ടു എനി ഓഫ് ദി പ്രിവിലേജസ് കൺഫേർഡ് ഓൺ എ കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ ചാപ്റ്റർ 5 ഓഫ് ദിസ് ആക്ട്. നോക്കിയേ, അതിന്റെ ആൻസർ പറയുക, എനി പ്രിവിലേജ് കൺഫേർഡ് ഓൺ എ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ റൂളും കൂടെ പഠിച്ചേക്കണം. അടുത്ത പരീക്ഷ ആകുമ്പോൾ അതിന്റെ റൂളോടൊക്കെ പഠിച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജ് ഷാൾ ബി സബ്മിറ്റഡ് ടു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അധികം ചോദ്യം വരാത്തൊരു ഭാഗമാണിത്. ഇത് നിലവില് വലിയ രീതിയിൽ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ച് കാണാത്ത ഒരു ഏരിയാസും കൂടാണ്. നിങ്ങൾ നോക്കാം, ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജ് ഷാൾ ബി സബ്മിറ്റഡ് ടു. ഓപ്ഷൻ എ പറയുന്നു സെയിൽ ഓഫീസർ, ഓപ്ഷൻ ബി പറയുന്നു സെയിൽസ്മാൻ, ഓപ്ഷൻ സി പറയുന്നു കളക്ടർ, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു രജിസ്ട്രാർ. ആർക്കാടെയാണ് നൽകേണ്ടത്? അത് രജിസ്ട്രാറിനാണല്ലേ.
അത് ആർക്ക് നൽകണം? അത് രജിസ്ട്രാറിന് നൽകണം എന്ന് ഓർത്ത് വെച്ച്. ആർക്കടെ? രജിസ്ട്രാറിന് നൽകണം എന്ന് അത് ഓർത്ത് വെച്ച് കേട്ടോ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ. ഇഫ് ദ ട്രിബ്യൂണൽ ഓർഡർ ടു രജിസ്റ്റർ ആൻ അപ്പീൽ ദ സെക്രട്ടറി ഷാൾ രജിസ്റ്റർ ഇറ്റ് വിത്തിൻ. അതായത് ഒരു അപ്പീൽ രജിസ്റ്റർ ചെയ്യണം. നമുക്കറിയാം നമ്മൾ അപ്പീലൊക്കെ എന്താണ് ട്രിബ്യൂണലിന് മുൻപാകെ കൊടുക്കും അല്ലേ? സെക്ഷൻ 82 പ്രകാരമാണ് അപ്പീൽ കൊടുക്കുക. അപ്പൊ അപ്പീൽ ഒരു ട്രിബ്യൂണലിന് മുൻപ് അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യണം? അപ്പീൽ രജിസ്റ്റർ ചെയ്യാൻ പറയും അല്ലെ? ഇഫ് ദ ട്രിബ്യൂണൽ ഓർഡർ ടു രജിസ്റ്റർ അപ്പീൽ ദ സെക്രട്ടറി ഷാൾ രജിസ്റ്റർ. അപ്പോൾ സെക്രട്ടറി ട്രിബ്യൂണലിന്റെ ഒരു ഉത്തരവ് കിട്ടി എത്ര നാൾക്കാവുമായിട്ട് സെക്രട്ടറി, അതായത് നമ്മുടെ ട്രിബ്യൂണലിന്റെ സെക്രട്ടറി എന്ത് ചെയ്യണം? ഇത് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പറഞ്ഞു 2 ആഴ്ച 2 വീക്ക്, ഓപ്ഷൻ ബി പറയുന്നു 7 ദിവസം, ഓപ്ഷൻ സി 10 ദിവസം, ഓപ്ഷൻ ഡി പറയുന്നു 20 ഡേയ്സ്. അപ്പോൾ എത്ര ദിവസം ആകുമായിട്ടാണെന്ന് ചോദിച്ചാൽ അത് വളരെ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് അല്ലേ? അതും എന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതും നമ്മുടെ റൂള് 100ലാണ് പറയുക. റൂള് 100ലാണ് പറയുക. ഇപ്പൊ റൂളിൽ നിന്നുള്ള ചോദ്യമായിരുന്നു 7 ദിവസം അല്ലേ? എത്ര ദിവസം കൂടെ? 7 ദിവസം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതും 7 ദിവസം. ഇഫ് ദ ട്രിബ്യൂണൽ ഓർഡർ ടു രജിസ്റ്റർ ആൻ അപ്പീൽ ദ സെക്രട്ടറി ഷാൾ രജിസ്റ്റർ ഇറ്റ് വിതിൻ 7 days എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? വളരെ നല്ല അറിവുള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ ഈ റൂളിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അറിയാവുന്നവർക്ക് മാത്രം എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഷാൾ നോട്ട് ബി എ മെമ്പർ ഓഫ് ദി ഡിസിപ്ലിനറി സബ് കമ്മിറ്റി. നല്ല ക്വസ്റ്റ്യൻ. ഈ ചോദ്യകർത്താവിനെ ഞാൻ എന്താണ്, അദ്ദേഹം നല്ലൊരു ആളാണ്, നല്ലൊരു ചോദ്യം തന്നെയാണ്. കാരണം അത്യാവശ്യം പഠിച്ചു പോയ കുട്ടികൾ മാത്രം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഡാഷ് ഷാൾ നോട്ട് ബി എ മെമ്പർ ഓഫ് ദി ഡിസിപ്ലിനറി സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എ സൊസൈറ്റി. ഒരു സംഘത്തിന്റെ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത അല്ലെ സംഘം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിൽ ഈ താഴെ പറയുന്നതിൽ ആരാണ് അംഗമല്ലാതാകുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ? ആരാണ് അംഗമല്ലാത്തത്? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ് ഇത്രയും നല്ല ക്വസ്റ്റ്യൻ. കാരണം ഞാൻ ഒരുപാട് തന്നെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികളും ഒരുപാട് അധ്യാപകരും എന്താണ് സ്കിപ്പ് അടിക്കുന്ന ഒരു ഭാഗമാണ് റൂള് 198 അല്ലേ? റൂള് 198 ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുക. പൊതുവെ എല്ലാവരും ഇച്ചിരി പഠിക്കാനും പാടാണ്, ഇച്ചിരി പഠിപ്പിക്കാനും പാടായതുകൊണ്ട് പൊതുവെ എല്ലാവരും സ്കിപ്പ് അടിക്കുന്ന ഭാഗമാണ് റൂള് 198. നല്ല ചോദ്യമായിരുന്നു. അപ്പം നമ്മളത് ഒരുപാട് തവണ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റൂള് 198മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് തവണ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം റൂള് 198 കുറിച്ച് പറയാം. ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയും. എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് വെച്ചാൽ അച്ചടക്ക നടപടി. നമ്മളിവിടെ ഒരു സംഘത്തിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സംഘം അല്ലെ ബാങ്ക് അല്ലെ സൊസൈറ്റി പോട്ടെ ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും നമ്മൾ അവിടെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരു മിനിമം ഡിസിപ്ലിൻ പാലിക്കണം, അച്ചടക്കം പാലിക്കണം അല്ലെ? അങ്ങനെ അച്ചടക്കം പാലിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പൊക്കോളാൻ പറയും. ശരിയല്ലേ? നമുക്ക് അച്ചടക്കം ഡിസിപ്ലിൻ വേണം, എല്ലാത്തിനും ഡിസിപ്ലിൻ വേണം, അച്ചടക്കം വേണം എന്ന് പറയുക. അപ്പം അങ്ങനെ ആ അച്ചടക്കം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഡിസിപ്ലിൻ നമ്മൾ പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കെതിരെ എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും. അച്ചടക്ക നടപടി എന്ന് പറയും മലയാളത്തിൽ അല്ലേ? അച്ചടക്ക നടപടി. എവിടെയാണ് ഇത് പറയുന്നത് ചോദിച്ചാൽ റൂള് 198 കേട്ടോ. അതൊന്ന് മനസ്സിലാക്കിയേക്കണം. എവിടെയാണ് റൂള് 198 ഇതിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ആ റൂള് 198 റൂള് 198. ഓക്കെ, റൂള് 198 ഡിസിപ്ലിനറി ആക്ഷനെ കുറിച്ച് പറയുന്നത്. ഇവിടെ പറയുന്നതാണ് any member of the establishment of a cooperative society may for good and sufficient reason be punished by imposing any of the following penalties. നമുക്ക് ഏകദേശം 8 തരം ശിക്ഷാ നടപടികളെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ? 8 തരം ശിക്ഷാ നടപടികളെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് ഒന്നാമത്തെയാണ് സെൻഷ്വർ എന്ന് വെച്ചാൽ ശാസന, വിളിച്ച് വഴക്ക് പറഞ്ഞു വിടുക. സെൻഷ്വർ, നമ്മൾ തെറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ വിളിച്ച് വഴക്ക് പറഞ്ഞു വിടത്തില്ലേ, അങ്ങനെ സെൻഷ്വർ വരുന്നുണ്ട്. രണ്ടാമത്തെ ശിക്ഷാ നടപടിയാണ് ഫൈൻ എന്ന് പറയും. എന്താണ് ഫൈൻ? അത് എല്ലാവർക്കും ഒന്നുമില്ല, ക്ലർക്കിനൊന്നും ഫൈൻ ഇല്ല. ആർക്ക് മാത്രമേ ഉള്ളൂ? ഇൻ ദ കേസ് ഓഫ് എംപ്ലോയീസ് ഇൻ ദ ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസിന് മാത്രമാണ് ഫൈൻ ഈടാക്കുക എന്ന് പറയും കേട്ടോ. ഫൈൻ. മൂന്നാമത്തെ വിത്ത് ഹോൾഡിങ് ഓഫ് ഇൻക്രിമെന്റ് വിത്ത് ഓർ വിത്തൗട്ട് ക്യുമുലേറ്റീവ് എഫക്ട്, അതായത് നമ്മുടെ ഇൻക്രിമെന്റ് അല്ലേ? അപ്പൊ ഏതെന്ന വർധനം എന്ന് പറയത്തില്ലേ, ആ ഇൻക്രിമെന്റ് വേണമെങ്കിൽ തടഞ്ഞു വെക്കാം കേട്ടോ. വിത്ത് ഹോൾഡ് ചെയ്യാം, വിത്ത് ഹോൾഡ് തടഞ്ഞു വെക്കുക എന്ന് പറയും. നിങ്ങൾ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കോ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ആ ഒരു ഇൻക്രിമെന്റിനെ വേണമെങ്കിൽ വിത്ത് ഹോൾഡ് ചെയ്യാന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്താണ് നമ്മുടെ പ്രൊമോഷനെ തടഞ്ഞു വെക്കാം. ആ വിത്ത് ഹോൾഡിങ് ഓഫ് പ്രൊമോഷനെ വേണമെങ്കിൽ തടഞ്ഞു വെക്കാം. ഓക്കെ, 4 ശിക്ഷാ നടപടികൾ ഞാൻ വിവരിച്ചു. അഞ്ചാമത്തെയാണ് എന്ന് പറയുക റിക്കവറി ഫ്രം പേ ഓഫ് ദ ഹോൾ ഓർ പാർട്ട് ഓഫ് എനി പെക്യുലറി ലോസ് കോസ്റ്റ് ടു സൊസൈറ്റി ബൈ നെഗ്ലിജൻസ് ഓർ ബീച്ച് ഓഫ് ഓർഡർ. നമ്മുടെ തെറ്റായ പ്രവർത്തനം മൂലം സംഘത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ പിടിക്കാം. ദാറ്റ് മീൻസ് പൂർണ്ണം എന്ന് പറഞ്ഞാൽ ഒട്ടും ശമ്പളം തരാതെ പണിയിപ്പിക്കുക. ഓക്കെ, ശമ്പളം ഇല്ലാതെ വർക്ക് ചെയ്യിക്കാം.
അല്ലെങ്കിൽ എന്താണ് ഭാഗികമായി. ദാറ്റ് മീൻസ് നമുക്കൊരു 50,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 25,000 രൂപ പിടിക്കും, 25,000 രൂപ തരും. അങ്ങനെ ഒന്ന് ചെയ്യാം. പിന്നെയാണ് തരം താഴ്ത്താം, റിഡക്ഷൻ ടു എ ലോവർ റാങ്ക്, താഴെത്തട്ടിലേക്ക് തരം താഴ്ത്താം. പിന്നെയാണ് കമ്പൾസറി റിട്ടയർമെന്റ്, നിർബന്ധിച്ച് നമ്മളെ റിട്ടയർ ചെയ്യിപ്പിക്കാം. പിന്നെയാണ് ഏറ്റവും അവസാനത്തെ ശിക്ഷാ നടപടി എന്ന് പറഞ്ഞാൽ ഡിസ്മിസൽ ഫ്രം സർവീസ് ആണ് കേട്ടോ. നമ്മളെ സർവീസിൽ നിന്ന് എന്ത് ചെയ്യാം, ഡിസ്മിസ് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മൾ പറയുന്നത് ചില സാഹചര്യങ്ങളിൽ നമ്മുടെ സംഘടന കമ്മിറ്റി ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയെ രൂപീകരിക്കും. ഒരാൾ തെറ്റ് ചെയ്യുന്നുള്ള പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയെ രൂപീകരിക്കാറുണ്ട്. ആ ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിൽ എന്താണ്, നോട്ട് മോർ ദാൻ 3 ആണ്. 3-ൽ അധികരിക്കാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. 3 പേരല്ല, 3-ൽ അധികരിക്കാത്ത അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, ഡിസിപ്ലിനറി സബ് കമ്മിറ്റി രൂപീകരിക്കുക. അതിനകത്ത് വളരെ വിശദമാണ് പറയുന്നത്. ബട്ട് ദ പ്രസിഡന്റ് ഓഫ് ദ കമ്മിറ്റി, എടുത്തു പറയുന്നുണ്ട്, ബട്ട് ദി പ്രസിഡന്റ് ഓഫ് ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി ഷാൽ നോട്ട് ബി എ മെമ്പർ ഇൻ ദ ഡിസിപ്ലിനറി സബ് കമ്മിറ്റി. അപ്പൊ എന്താണ്, ആ സംഘത്തിന്റെ പ്രസിഡന്റ് ആരാവാൻ പാടില്ല, ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിലെ മെമ്പർ ആകാൻ പാടില്ല. ക്ലിയർ അല്ലേ? ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിലെ മെമ്പർ ആകാൻ പാടില്ല. റൂള് 198 സബ് റൂള് 2A പറയുക. റൂള് 198 സബ് റൂള് 2A ഈ കാര്യം പറയുക. സംഘത്തിന്റെ പ്രസിഡന്റ് ഒരു കാരണവശാലും ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിൽ അംഗമാകാൻ പാടില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചില ശിക്ഷകൾ നൽകുന്ന ആളും ചില സാഹചര്യത്തിൽ പ്രസിഡന്റിൽ നമ്മൾ അപ്പീൽ കൊടുക്കുന്ന സാഹചര്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഡിസിപ്ലിനറി സബ് കമ്മിറ്റി പ്രസിഡന്റ് മെമ്പർ ആകാൻ പാടില്ല. ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിൽ 3-ൽ അധികം, നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. 198 ഡിസിപ്ലിനറി ആക്ഷനെ കുറിച്ച് പറയുക. ക്ലിയർ ആയോടെ? പിന്നെ നമ്മൾ ഒരു വ്യക്തിക്കെതിരെ ശിക്ഷ നൽകുന്നതിന് മുൻപായിട്ട് ആ വ്യക്തിക്ക് പറയാനുള്ള അവസരം നൽകണം പറയുന്നുണ്ട്. പിന്നെ അപ്പീൽ അഗൈൻസ്റ്റ് എ ഡിസിപ്ലിനറി ആക്ഷൻ ഷാൾ ബി ഫൈൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 3 months. അത് ഒന്ന് പഠിച്ചു വെച്ചത് കേട്ടോ. അത്രയാണ്. 3 മാസത്തിനായിട്ട് നമ്മൾ അപ്പീൽ നൽകണം എന്ന് ഓർത്ത് വെച്ചത്. നമുക്ക് ഇതിന്റെ വിശദമായ ക്ലാസ്സുകൾ തരാം കേട്ടോ. വിശദമായിട്ടുള്ള ഫ്രീ ക്ലാസ്സസുകൾ, ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്ന ക്ലാസ്സസ് തരാം. അത് അത്യാവശ്യം കുറച്ച് അധികം പഠിക്കാനുണ്ട്. അത് നമുക്ക് വളരെ വിശദമായിട്ട് ആ ക്ലാസ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ആരും പറ്റില്ല, പ്രസിഡന്റ് മെമ്പർ ആവാൻ പാടില്ല കേട്ടോ. ആരുടെ? പ്രസിഡന്റ് മെമ്പർ ആവാൻ പാടില്ല. ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിലെ മെമ്പർ ആകാൻ പാടില്ല, പ്രസിഡന്റ് നോക്കി വെച്ചേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഓഡിറ്റ് ഫീ ഓഫ് എ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അല്ലെ, പ്രാഥമിക കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയും അല്ലെ. പ്രാഥമിക കൺസ്യൂമർ, പ്രൈമറി കൺസ്യൂമർ സംഘങ്ങൾ, എന്താണ് ആ കൺസ്യൂമർ സംഘങ്ങളെ കുറിച്ചാണ് പറയുക. അപ്പം അവരുടെ ഓഡിറ്റ് ഫീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തുന്നത് അല്ലെ, കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എവിടെയാണ് ഈ പറയുന്നത് ഇതിനെ കുറിച്ച്? എവിടെയാണ് പറയുക? റൂള് 65 പറയുക. എവിടെയാണ് പറയുക? റൂൾ 65 ലെവി ഓഫ് ഓഡിറ്റ് ഫീ പറയുന്നത് അല്ലെ. ലെവി ഓഫ് ഓഡിറ്റ് ഫീ പറയുന്നുണ്ട്. റൂള് 65 പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏകദേശം 7ഓളം ടൈപ്പ് സംഘങ്ങൾ അല്ലെ. 7 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 7 എന്ന് പറഞ്ഞാൽ അതർ സൊസൈറ്റീസ് ആണ്. ഇതിൽ നമ്മൾ ഓർത്ത് വെക്കുക. അതിൽ പറയുന്നുണ്ട് ഓരോ സംഘവും ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സംഘത്തിന്റെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, പ്രാഥമിക അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എയിൽ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി പറഞ്ഞു ഗ്രോസ് ഇൻകം, ഓപ്ഷൻ സിയിൽ പറഞ്ഞു സെയിൽസ് പ്രൊസീഡ് ഓഫ് ഗുഡ്സ്, ഓപ്ഷൻ ഡി പറഞ്ഞു അഗ്രിഗേറ്റ് പർച്ചേസ്. ആദ്യം തന്നെ ഇത് കാണുമ്പോഴേ എന്താണ് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ കാണുന്നുണ്ട് അല്ലേ. പക്ഷെ ഒന്നുമല്ല, അവിടെ 5A പറയുക. പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓൺ സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് ആണ്. എന്താണ് ഓൺ സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് കേട്ടോ. ഓൺ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് എന്ന് ഓർത്ത് വെച്ച്, സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത നല്ല ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. എന്താണ്, രജിസ്ട്രാർ ഷാൾ എക്സാമിൻ വെദർ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ കംപ്ലൈസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ്. അപ്പം നമ്മൾ ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ സെക്ഷൻ 6 പ്രകാരമാണ് നമ്മൾ സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ നൽകുന്നത്. സെക്ഷൻ 7 പ്രകാരമാണ് രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതാണ് രജിസ്ട്രാർ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സംഘം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അല്ലേ. എവിടെയാണ് പറയുന്നത്? സെക്ഷൻ 7 പറയുന്നുണ്ട്. സെക്ഷൻ 7 പറയുന്നത്. സെക്ഷൻ 7 രജിസ്ട്രേഷൻ. ഇവിടെ പറയുന്നത് അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണമെന്നാണ് പറയുന്നത്. സെക്ഷൻ 7 പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നുണ്ട് എന്താണ്, ദ ആപ്ലിക്കേഷൻ കംപ്ലൈസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദി ആക്ട് ആൻഡ് റൂൾ അല്ലേ. എന്താണ് ദ ആപ്ലിക്കേഷൻ കംപ്ലൈസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ആക്ട് ആൻഡ് റൂൾ എന്ന് ഓൾറെഡി പറയുന്നില്ല. അത് തന്നെയാണ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് എയിൽ പറയുക. പിന്നെ കൊണ്ട് നോക്കുന്ന കാര്യമല്ലോ, ദ രജിസ്ട്രാർ ഷാൾ എക്സാമിൻ വെദർ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ അല്ലേ കംപ്ലൈസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ആക്ട് ആൻഡ് റൂൾസ്. പിന്നെ പറയുന്നത് എന്തൊക്കെയാണ്? ആപ്ലിക്കേഷൻ കംപ്ലൈസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ആക്ട് ആൻഡ് ദി റൂള്, ഒബ്ജക്ട് ഓഫ് ദ സൊസൈറ്റി അല്ലെ, ഒബ്ജക്ട് ഓഫ് ദി പ്രപ്പോസ് സൊസൈറ്റി ആർ ഇൻ അക്കോർഡ്സ് വിത്ത് സെക്ഷൻ 4, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ ബൈലോയിൽ പറഞ്ഞ കാര്യങ്ങൾ ആക്ടിനും റൂളിനും വിരുദ്ധമാവാൻ പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സംഘം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കുക, രജിസ്ട്രാർ ഷാൾ എക്സാമിൻ
വെദർ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ കംപ്ലൈസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ആക്ട് ആൻഡ് റൂള് എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേടെ? ആക്ട് ആൻഡ് റൂള് പ്രകാരം എന്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കണം. സെക്ഷൻ 7 പറയുക. പിന്നെ ഇതിന് തനത് റൂളും ഉണ്ട് കേട്ടോ, ഇതിന് റൂളും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലേ. പിന്നെ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, സംഘം രജിസ്റ്റർ ചെയ്യാൻ അവിടെ വിസമ്മതിക്കുകയാണ്, റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് 15 ദിവസമായിട്ട് അറിയിക്കണം. തനത് പാർട്ടിയെ, ചീഫ് പ്രൊമോട്ടറെ അല്ലെ സംഘത്തിനെ അറിയിക്കണം എന്നും പഠിക്കാനുണ്ട്. നേരത്തെ 7 ആയിരുന്നു, അമെൻമെന്റിൽ കൂടെ അത് എത്രയാണ് 15 ദിവസമാക്കി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ഇനിയുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.